മുകേഷ് തന്നെ തൊട്ടു പിന്നാലെയുണ്ട് മണിയമ്പിള്ള രാജു. മുകേഷ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട താരങ്ങൾക്കെതിരെ കേസെടുത്തിരിക്കുന്നു. അതിലെ പരാതിക്കാരി ഇന്നലെ തന്നെ അവർ പോലീസിന് മുൻപാകെ മൊഴി നൽകി, മൊഴിയിൽ ആവർത്തിച്ചു, കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. അതുപ്രകാരം കേസെടുത്തിരിക്കുന്നു. എന്താണ് പ്രതികരണം എന്ന് ചോദിക്കാം. ഇപ്പോൾ 7 കേസെടുത്തിരിക്കുകയാണ്. പോലീസ് നടപടിയായിട്ട് മുന്നോട്ട് പോവാണ്. എന്താ തോന്നുന്നത്? എനിക്ക് വളരെ അഭിമാനവും സർക്കാരിനോട് വളരെ എന്താണ് ഐ എം എക്സ്പ്രസിംഗ് മൈ ഗ്രാറ്റിറ്റ്യൂഡ്. എൻ്റെ കാരണം ഇതുപോലെ ദുരന്തം അനുഭവിച്ച ഒരുപാട് സ്ത്രീകളുണ്ട്. അവർക്ക് എല്ലാവർക്കും മുന്നോട്ട് വരാനുള്ള അവർക്ക് നീതി കിട്ടുമെന്ന വളരെ ഒരു കോൺഫിഡൻസ് ആണ് ഇന്ന് സർക്കാരിന് ഞാൻ തരാൻ കഴിഞ്ഞത്. ഇപ്പൊ ഹേമ കമ്മിറ്റി വന്നതുകൊണ്ടും അപ്പൊ ഇതിനു മുമ്പ് എന്താണ് സിനിമ ഒരിക്കൽ കൂടി നമുക്കൊപ്പം ചേരുന്നു ഷിജു. കൂടുതൽ പോലീസ് എത്തുന്നു, മുകേഷ് അവിടെ ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ല. സ്വാഭാവികമായും സാധാരണഗതിയിൽ ഒരു ജനപ്രതിനിധിയാണ്, സാധാരണ ഒരു ചലച്ചിത്ര താരം എന്ന നിലയിൽ ഒഴിവാക്കി മാറ്റി നിർത്താൻ കഴിയില്ല. മുകേഷ് എവിടെയുണ്ടെന്ന് അറിയേണ്ടതാണ് നമുക്ക്. മുകേഷ് തന്നെ സ്വാഭാവികമായും പ്രതികരിക്കേണ്ടതാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ, അല്ലാതെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ എത്തേണ്ടതാണ്. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ ഷിജു? അബ്ജോദ്, ഇപ്പോൾ കൂടുതൽ പോലീസ് സംഘം, മെഡിക്കൽ കോളേജ് പോലീസിന്റെ നേതൃത്വത്തിലുള്ള കൂടുതൽ പോലീസ് സംഘം മുകേഷിന്റെ വീടിന്റെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ വീട്ടിൽ ജനപ്രതിനിധിയായ മുകേഷ് ഉണ്ടോ എന്നത് വ്യക്തമല്ല. ആരെങ്കിലും ഒരാൾ പുറത്തേക്ക് വന്ന് പ്രതികരണം നൽകാനും തയ്യാറായിട്ടില്ല. അദ്ദേഹം ഉണ്ടോ, പ്രതികരിക്കുന്നുണ്ടോ എന്നൊന്നും പറയാൻ തയ്യാറായിട്ടുള്ള ഒരു വാഹനം വീടിനകത്ത് നിർത്തിയിട്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു പ്രതികരണം ഇതുവരെ ലഭ്യമായിട്ടില്ല. എത്ര പവറാണെങ്കിലും എൻ്റെ സ്വന്തം ആള് എൻ്റെ പവർ വെച്ചിട്ട് പോയി കഴിഞ്ഞ് ഒരു സിനിമ ഇപ്പം അങ്ങനെയാണെങ്കിൽ എത്രയോ പേര്, ഇപ്പം പ്രേമല്ലു എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഒരു ചെറിയ പയ്യനല്ലേ വന്നത്, എന്തോ പവറുണ്ടവന്, എത്ര കോടി രൂപയാണ് ഉണ്ടാക്കിയത്. പിന്നെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മുകേഷ് ഏട്ടൻ എടുത്തില്ലെങ്കിൽ ഈ റോള് പിന്നെ നമുക്ക് പറ്റുന്നില്ല. ഉറപ്പല്ലേ, അങ്ങനെ ഉണ്ടായി അന്വേഷിക്കണം അല്ലേ, പിന്നെ നല്ലതല്ലേ. പ്രതീക്ഷയാണ്. ഞാൻ ഒരാഴ്ചയായിട്ട് ഇങ്ങനെ ഇരുന്ന് പഠിക്കുന്നുണ്ട്, എന്താവൂന്ന് അറിയില്ല. ഞങ്ങൾക്ക് പക്ഷേ ഞങ്ങളുടെ വിദ്യാർത്ഥികളിൽ പഠിതാവ് എന്താ പറയുക, വലിയ പരീക്ഷകൾ പാസ്സായ ആളാണല്ലോ. അതിനെ സംബന്ധിച്ച് വളരെ എളുപ്പമാണ്. ജീവിതത്തിലെ വലിയ പരീക്ഷകളൊക്കെ പാസ്സായ ആൾ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഒരു പരീക്ഷ എഴുതാൻ പോകുമ്പോൾ മാതൃകയും കൂടെയാണ് സമൂഹത്തിന്. എന്നാലും മലയാളം അല്ലാണ്ടേ ബാക്കിയൊക്കെ ഭയങ്കര പേടിയാ, എങ്ങനെയാന്ന് വരുമെന്നറിയില്ല. മറ്റൊരു കാര്യമാണ് ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടേ സിനിമാ മേഖലയിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് അങ്ങയുടെ പ്രതികരണം എന്താണ്? ഞാൻ ഒരാഴ്ചയായിട്ട് ശരിക്കും പറഞ്ഞാൽ ബാക്കി ഫോണിൽ അങ്ങനെയുള്ള കാര്യമൊന്നുമില്ല, പത്രത്തിലൂടെയൊക്കെ അറിയണം. ഒരാഴ്ചയായിട്ട് ഞാൻ അതും എനിക്ക് നോക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കണുണ്ട്. എന്താണ് അങ്ങക്ക് തോന്നുന്നത്? എന്താണ് ഇത് എല്ലാ കാലത്തും ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഒരു എരിയും പുളിയൊക്കെ വേണ്ടേ, അതിനു വേണ്ടിയാ. അല്ലാതെ അതുകൊണ്ട് വേറൊന്നും ഇൻഡസ്ട്രിക്കോ അങ്ങനെ ആർക്കും ദോഷമൊന്നും വരില്ല. നല്ലതാ. ഈ എരിവും പുളിയൊക്കെ വേണമെന്ന് പറയുമ്പോൾ ഈ ചലച്ചിത്രമേഖല സ്ത്രീകൾ വലിയധികം ചൂഷണത്തിന് വിധേയമാകുന്നുണ്ട് എന്നുള്ളതാണ് ആ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ. അപ്പോൾ അതിനോട് എന്താണ് പ്രതികരണം? അതെന്തെങ്കിലുമൊക്കെ സർക്കാർ വേണ്ടതുപോലെ ചെയ്യുമായിരിക്കും. നടപടിയെടുക്കണമെന്നൊരാവശ്യം അത് എപ്പോഴും സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്നത് ഏത് മേഖലയിലായാലും അങ്ങനെ ആവശ്യമാണല്ലോ. പക്ഷെ അത് എന്തിനായാലും നമ്മുടെ സംഘടനയിലും സിനിമയിലും ആണുങ്ങളെക്കാളും കൂടുതൽ പെണ്ണുങ്ങളാണ്. പുതിയ കുട്ടികളൊക്കെ ഒരുപാടുണ്ട്. എല്ലാവർക്കും പ്രതീക്ഷയും എല്ലാവരും നന്നായി പോകുന്നുണ്ട്. പിന്നെ പരാതികൾ ഇടയ്ക്കുണ്ടെങ്കിൽ അത് അന്വേഷിക്കുകയും ഒക്കെ ചെയ്യട്ടെ. അങ്ങ് കുറേ വർഷമായിട്ട് ചലച്ചിത്ര മേഖലയിലുള്ള ആളാണ്. അപ്പോൾ ഈ പുതിയ നടിമാരുടെയൊക്കെ വാതിലിൽ വന്ന് മുട്ടി എന്നുള്ള ആരോപണങ്ങളൊക്കെയാണ് അവർ പറയുന്നത്. അത്തരത്തിൽ എന്തെങ്കിലും അനുഭവം ആരെങ്കിലും അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടോ? അതറിയില്ല, സത്യമായിട്ട് ഞാൻ മുട്ടിയില്ല. നമുക്കറിയില്ല, നമുക്ക് ഇതിൻ്റെ ഉള്ളു. പിന്നെ ഉറപ്പല്ലേ, അങ്ങനെ ഉണ്ടായി അന്വേഷിക്കണം അല്ലേ, പിന്നെ നല്ലതല്ലേ. മറ്റൊരു കാര്യം, ഇപ്പോൾ രഞ്ജിത്തിനെതിരെ ഒരു ആരോപണവുമായിട്ട് ഒരു ബംഗാളി നടി രംഗത്ത് വന്നിട്ടുണ്ട്. ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. അവർക്ക് നേരെ ലൈംഗികമായിട്ടുള്ള തരത്തിലുള്ള പെരുമാറ്റം ഉണ്ടായി എന്നുള്ളതാണ് അവർ പറയുന്നത്. എനിക്ക് ശരിക്കും ഇപ്പോഴുള്ള പുതിയ മലയാളി നടികളെ പോലും അറിയില്ല, പിന്നല്ലേ ബംഗാളി നടി. ചലച്ചിത്ര അക്കാദമിയുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന രഞ്ജിത്തിനെതിരെയാണ് അത്തരം ആരോപണം. ആർക്ക് വേണ്ടി എന്ന് പറയാമല്ലോ, പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ ഒക്കെ പേരിൽ ഓരോരുത്തർക്കും എന്തും പറയാമല്ലോ. പെട്ടെന്ന് അറിയുന്നതും അതല്ലേ, നമുക്ക് ചർച്ച ചെയ്യാൻ എളുപ്പവും. അങ്ങനെയുള്ളവരെ കുറിച്ച് നേതൃസ്ഥാനത്തേക്ക് ഇരിക്കുന്നവരെ കുറിച്ച് വിരൽ ചൂണ്ടുമ്പോഴല്ലേ. എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല, എങ്കിലും ചോദിക്കാം.
ചോദിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാണ്ടിരിക്കുന്നതും അവഗണിക്കുന്ന പോലെ ആവില്ല. അതുകൊണ്ട് പറയുന്നത് അതിനകത്ത് എതിർസ്ഥാനത്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രശസ്തി കിട്ടാൻ വേണ്ടി പറയുന്നതല്ല, അവർക്ക് നേരെ ഉണ്ടായിട്ടുള്ള ആ ഒരു ചൂഷണമാണ് അവർ മാധ്യമത്തിലൂടെ പറയുന്നത്. അപ്പോൾ അത് പൊതുസമൂഹത്തിന് മുമ്പ് അറിയുകയാണ്. ഈ പൊതുസമൂഹത്തിൽ നല്ലവരെന്ന് നടിക്കുന്ന ആളുകൾ അങ്ങനെയല്ല, അവർ മുഖം മൂടി അഴിഞ്ഞു വീഴുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മളൊക്കെ ഇല്ലേ വിടുവോ അവരെ? നമുക്ക് നോക്കാം. മോശം അനുഭവം പറയുമ്പോഴേ അക്കാര്യത്തിലുള്ള നടപടി കാര്യക്ഷമമായി ഉണ്ടാകണമെന്നുള്ളതല്ല, അതങ്ങനെ ഉണ്ടാവുമല്ലോ. നമ്മുടെ നിയമവ്യവസ്ഥിതിയൊക്കെ അത്രയും ബെറ്റർ എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ ഉണ്ടാവും. പ്രതീക്ഷ തന്നെയാണ്, നല്ല ശുഭപ്രതീക്ഷ എല്ലാത്തിലും. സർക്കാർ ഇടപെടണമെന്ന് അങ്ങ് പറയുകയാണ്. സർക്കാരാണല്ലോ ഇതിൻ്റെയൊക്കെ നോക്കിയതൊക്കെ, അവർ തന്നെ ആയിരിക്കുമല്ലോ ഇപ്പം മറുപടി. എനിക്കറിയില്ല. പവർ ഗ്രൂപ്പാണ് 2017 വരെ സിനിമാ സംഘടനകളെ നിയന്ത്രിച്ചത്. ദിലീപിന്റെ ഇടപെടലിൽ പൃഥ്വിരാജ്, കുഞ്ചാക്കോ ബോബൻ, പാർവതി, ഭാവന തുടങ്ങി നിരവധി താരങ്ങൾക്കാണ് അവസരം നഷ്ടമായത്. നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷവും പവർ ഗ്രൂപ്പിന്റെ ഇടപെടലുണ്ടായി. WCC പ്രവർത്തകരെ ഒതുക്കാനും ശ്രമം നടന്നു. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലാണ് പവർ ഗ്രൂപ്പിനെ കുറിച്ചുള്ള പരാമർശമുള്ളത്. ഇഷ്ടമില്ലാത്തവരെ ഒതുക്കിയ പവർ ഗ്രൂപ്പിന്റെ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ആർ റോഷിപാൽ ചേരുന്നു. ആർ റോഷിപാൽ, നടി ആക്രമണത്തിനിരയായ സംഭവം നടക്കുന്നതുവരെ അല്ലെങ്കിൽ അതിനുശേഷവും പവർ ഗ്രൂപ്പിന്റെ കടിഞ്ഞാൺ ദിലീപിന്റെ കയ്യിലായിരുന്നു എന്നുള്ളത് എങ്ങനെയാണ് വ്യക്തമാകുന്നത്?